ഹായ് ഓൾ. ഇന്ന് ഏഴാമത്തെ ദിവസമാണ്. ഏഴാമത്തെ ദിവസത്തെക്കുറിച്ചിട്ട് ഞാൻ ഒരു കഥയിൽ കൂടി പറയാം. അർത്ഥസാധനം എന്താണെന്നുള്ള. അർത്ഥസാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണം വളരെ റെസ്പോൺസിബിളായിട്ട് കൈകാര്യം ചെയ്യണം, നമ്മൾ പണത്തിനെ ബഹുമാനിക്കണം എന്നൊക്കെയുള്ളതാണ് അർത്ഥസാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എൻ്റെ അടുക്കൽ ഈ അടുത്തിടയ്ക്ക് ഒരു ജോത്സ്യൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ പൈസ അങ്ങനെ നിൽക്കത്തില്ല, പൈസ വന്നാലും അതപ്പം തന്നെയൊക്കെ ചിലവായി പോകുന്നു. അപ്പോൾ പണ്ടത്തെ ഒരു ഞാനായിരുന്നെങ്കിൽ എനിക്കത് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ആങ്സൈറ്റി അല്ലെങ്കിൽ വിഷമമൊക്കെ വന്നു. എനിക്ക് എൻ്റെ കയ്യിൽ പൈസ നിൽക്കുന്നില്ല, എൻ്റെ കയ്യിൽ സേവ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്കങ്ങനെ വലിയ ആങ്സൈറ്റി ഒന്നും തോന്നിയില്ല. ഇപ്പം നമ്മൾ കുറച്ചൊക്കെ സേവ് ചെയ്ത് വെച്ചു, പിന്നെ അത് നമുക്കൊരു ആവശ്യം വന്നപ്പോഴത്തേക്കും അപ്പോൾ അത് ഉപകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ് വേണ്ടത്. എനിക്ക് ആ ഒരു സമയത്തേക്ക് എനിക്ക് ആവശ്യം വന്നപ്പോഴത്തേക്കും ആ പൈസ എനിക്ക് ഉപയോഗിക്കാൻ പറ്റി, അപ്പോൾ അതിന് ഞാൻ നന്ദി പറയണം. അപ്പോൾ അതാണ് അർത്ഥസാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഹിന്ദുയിസത്തിൽ കുബേരനാണ് പിന്നെ വെൽത്തിൻ്റെ ദൈവമായിട്ട് കണക്കാക്കുന്നത്, ധനത്തിന് അധിപനായിട്ട് കണക്കാക്കുന്നത്. അദ്ദേഹമാണെങ്കിലും അത് പ്രോസസ്സ് ചെയ്യുന്നില്ല, അദ്ദേഹം ധർമ്മം അനുസരിച്ച് ആ വെൽത്തിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കയ്യിലുള്ള വെൽത്തിനെ നമ്മളിങ്ങനെ പിടിച്ചു വയ്ക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മളതിൻ്റെ സംരക്ഷകരാകുക. നമ്മൾ വളരെ ബഹുമാനപൂർവ്വം പണത്തിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അർത്ഥസാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള പണത്തിനെ സംബന്ധിച്ചിടത്തോളം ഡിറ്റാച്ച്ഡ് ആകുകയാണ് വേണ്ടത്. ഡിറ്റാച്ച്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ അയ്യോ പൈസ പോയല്ലോ, അല്ലെങ്കിൽ പൈസ എൻ്റെ കയ്യിൽ ഇത്രയും ഇല്ലല്ലോ, എനിക്ക് ആ പൈസ വേണം, ഇത്രയും പൈസ വേണം എന്നുള്ള ഒരു ആക്രാന്തം അല്ലെങ്കിൽ ആ ഒരു ആങ്സൈറ്റി നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ വെച്ചാൽ നമ്മൾ ജോലി ചെയ്യാൻ പാടില്ല എന്നല്ല അർത്ഥം. ഇപ്പം ജനക മഹാരാജാവാണ് അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ. അദ്ദേഹം രാജാവാണ്, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ് എല്ലാം വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പൈസയുടെ കാര്യത്തിൽ വളരെയധികം അറ്റാച്ച്ഡ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പൈസയോട് ഒരിക്കലും ഒരു ആർത്തിയുള്ള മനുഷ്യനായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പൈസ ആവശ്യത്തിലധികം എത്തുകയും ചെയ്തു. ഏറ്റവും നമ്മുടെ പുരാണങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ സമ്പന്നനായിട്ടുള്ള രാജാവ് കൂടിയായിരുന്നു ജനകൻ എന്ന് പറയുന്നത്. ജനകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീതയുടെ അച്ഛനാണ് ജനക മഹാരാജാവ്, അതായത് ശ്രീരാമൻ്റെ ഫാദർ ഇൻ ലോ. അപ്പം നമ്മൾ മഹാലക്ഷ്മിയുടെ കഥ പറയുന്നതും ദേവി പാലാഴിയിൽ നിന്നും ഉയർന്നു വന്നു. ആ സമയത്ത് ദേവിയെ നമ്മൾ പ്രൊട്ടക്ടറായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ മറ്റൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് രത്തൻ ടാറ്റ. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരുപാട് വെൽത്ത് ഉണ്ടായിരുന്നു, പക്ഷേ അത് അദ്ദേഹം എന്തിനാണ് ഉപയോഗിച്ചത്? അദ്ദേഹം ഒരുപാട് ആൾക്കാരുടെ എഡ്യൂക്കേഷനും ഒക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ ഒരിക്കലും പണത്തിന് വേണ്ടിയിട്ട് ഭയങ്കര ആങ്ഷ്യസ് ആകാൻ പാടില്ല. നമ്മുടെ കർമ്മങ്ങൾ വളരെ ഭംഗിയായിട്ട് അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ തന്നെത്താനെ നമ്മുടെ ലൈഫിലോട്ട് പണം വന്നോളും. ആ പണത്തിനെ നമ്മൾ ബഹുമാനിക്കുക, അതാണ് അർത്ഥസാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.